പ്രിൻസസ് ആൻഡ് ദ വെയർവുൾഫ് എന്ന ഡ്രാമയുടെ 4ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ പൗർണമി ദിവസം രാത്രി ചെറിയ മുറിവേൽക്ക് കൂടി ചെയ്തോടെ മനസ്സിന്റെ ആകെ നിയന്ത്രണം തെറ്റിയ മുലാങ് അടുത്തേക്ക് ചെന്ന ചിബയെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ലാൻ തുടങ്ങുന്നു. അവന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു തീരുമെന്ന് അവൾ കരുതിയതാണ്. ഭാഗ്യത്തിന് ഇടയ്ക്കെപ്പോഴോ സ്വഭാവത്തിലേക്ക് വന്ന അവൻ അവളെ സ്വതന്ത്രമാക്കുന്നു. പക്ഷെ അപ്പോഴേക്കും അവൻ മയങ്ങി താഴേക്ക് വീഴുന്നുണ്ട്. അവൾ ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ ആശ്വാസത്തോടെ നിൽക്കുമ്പോഴാണ് ലിജുൻ അവിടെ എത്തിയത്. അവൻ മുലാങ്ങിനെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് അവന് ബോധം വീണപ്പോൾ അവന്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചൊക്കെ ലിജിൻ സംസാരിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ പ്രധാനമായി ഇപ്പോൾ ചിബയെ കൊല്ലാൻ ശ്രമിച്ച ആളെ കണ്ടെത്തുകയാണ് വേണ്ടത് എന്ന് മുലാങ് പറയുന്നു. അങ്ങനെ ഒരു ആക്രമണം നടന്നുവെന്ന് ലിജുൻ അപ്പോഴാണ് അറിയുന്നത്. ആക്രമണം നടത്തിയത് ഒരു പെണ്ണാണെന്ന് ഉറപ്പാണ്. അവളുടെ തോളിൽ ഞാൻ കാര്യമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്താനുള്ള ശ്രമം നടത്തണം. ചിബ ഇവിടെ എത്തിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ. അവൾക്ക് ഇവിടെ ശത്രുക്കളൊന്നും ആവാനുള്ള സമയമായിട്ടില്ല. അതുകൊണ്ട് എന്റെ ശത്രുവായിരിക്കണം അവളെ കൊല്ലാൻ ശ്രമിച്ചത്. 5 വർഷങ്ങൾക്ക് മുമ്പ് ജിങ്ങിനെ എനിക്കെതിരായി തിരിച്ച ആൾ തന്നെ ആയിരിക്കുമോ ഇതിന് പിന്നിൽ എന്നൊക്കെ മുലാങ് സംശയിക്കുന്നു. എന്തായാലും ഇനി കുറച്ച് ദിവസത്തേക്ക് ചിബ കൊട്ടാരം വിട്ട് പുറത്തു പോകാൻ അനുവദിക്കേണ്ടതെന്നും അവൻ ഓർഡർ നൽകുന്നു. ഹൈത്തങ് ഈ സമയം പരിക്കേറ്റ നിലയിൽ മാസ്റ്ററുടെ അടുത്തെത്തി തന്റെ ശ്രമം പരാജയപ്പെട്ടതിനെക്കുറിച്ച് റിപ്പോർട്ട് നൽകുന്നു. മുലാങ് മാത്രമേ എന്നെ കണ്ടുള്ളൂ, പക്ഷെ തിരിച്ചറിയാൻ സാധ്യതയില്ല എന്നവൾ പറയുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അവൻ നിന്നെ കണ്ടെത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മറ്റെന്തെങ്കിലും പ്ലാൻ തയ്യാറാക്കി പറ്റുമെന്ന് അയാൾ പറയുന്നുണ്ട്. മുലാങ് അടുത്ത ദിവസം രാവിലെ ലീ ആയി ചിബയുടെ മുറിയിലെത്തുന്നു. തലേദിവസത്തെ ക്ഷീണം കൊണ്ടായിരിക്കണം അവൾ ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. അവളുടെ ബെഡിനടുത്തെത്തി കഴിഞ്ഞപ്പോഴാണ് അവൾ ഉറക്കമാണ് എന്ന് അവൻ അറിയുന്നത്. ഉറക്കത്തിൽ ഡ്രസ്സൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുന്നത് കണ്ട് അവൻ പെട്ടെന്ന് തിരിഞ്ഞു നിൽക്കുന്നു. അപ്പോഴേക്കും അവന്റെ ശബ്ദം കേട്ട് അവൾ ഉണരുന്നുണ്ട്. ഉറങ്ങുമ്പോൾ നന്നായി ഡ്രസ്സ് ചെയ്യാത്തത് എന്താണെന്ന് അവൻ തിരിഞ്ഞു നോണ്ട് ചോദിക്കുന്നതിനാൽ അവൾ ഡ്രസ്സൊക്കെ ശരിയാക്കി എഴുന്നേറ്റ് ഒരു കോട്ടും ധരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. തലേദിവസം രാത്രി ആരോ കൊല്ലാൻ ശ്രമിച്ചതും മുലാങ് ജീവരക്ഷിതമൊക്കെ അവൾ പറഞ്ഞപ്പോൾ അവൻ അപ്പോൾ കേൾക്കുന്നത് പോലെ അത്ഭുതം നടിക്കുന്നുണ്ട്. മുലാങ് കൊലയാളിയെ കണ്ടെത്താൻ ശ്രമിക്കാം എന്നാണ് പറഞ്ഞത്. എനിക്ക് പക്ഷേ അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് ദാഷിയിലേക്ക് തിരികെ പോയാൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ എന്നെ കൊട്ടാരത്തിന് പുറത്തേക്ക് വിടേണ്ട എന്ന ഓർഡർ നൽകിയിരിക്കുകയാണ് എന്നവൾ പറയുന്നു. അവളുടെ സുരക്ഷയെക്കുറിച്ച് ഓർത്ത് പേടിച്ചിട്ടാണ് അങ്ങനെ ഓർഡർ നൽകിയത് എന്നവൻ പറയുന്നുണ്ടെങ്കിലും അവൾ അത്ര കാര്യമാക്കി എടുക്കുന്നില്ല. തലേദിവസം രാത്രി കഴുത്തിന് കുത്തിപ്പിടിച്ചതിൻ്റെ അടയാളം അവളുടെ കഴുത്തിൽ തെളിഞ്ഞു കിടക്കുന്ന കണ്ട് അവൻ അവളുടെ അനുവാദം ചോദിച്ചിട്ട് അവിടെ മരുന്ന് പുരട്ടി കൊടുക്കുന്നു. അവൻ അങ്ങനെ അടുത്ത് വന്നിരുന്ന് അത് ചെയ്തപ്പോൾ അവൻ ഇത്ര സുന്ദരനായിരുന്നു എന്ന് മുമ്പൊന്നും ശ്രദ്ധിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ അവൾ മനസ്സിൽ വിചാരിക്കുന്നു. ആ സമയത്താണ് പുറത്ത് ഹുദി വന്ന് ബഹളം വയ്ക്കുന്നത് അവർ കേട്ടത്. ഹുദി മാത്രമല്ല വേറെ കുറേ പേരും അവിടെ കൂടിയിട്ടുണ്ട്. ചിബ ആരെയെ കൊന്നു എന്ന് പറഞ്ഞാണ് ഹുദി പ്രശ്നമുണ്ടാകുന്നത്. വെറുതെ ഒരാൾക്ക് നേരെ ആരോപണം ഉന്നയിക്കരുതെന്ന് പറഞ്ഞ് ലീ അവളെ ശകാരിച്ചപ്പോൾ രാജാവ് പറയുന്നത് പോലെ അവൾക്ക് ആദ്യം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെയാണ് അങ്ങനെ ഒരാളെ അവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന് അവൾ ചിന്തിക്കുന്നത്. ഇതൊക്കെ പറയാൻ നീ ആരാണെന്ന് ഹുദി ചോദിച്ചപ്പോൾ അവന് പെട്ടെന്ന് മറുപടി കിട്ടുന്നില്ല. രാജാവ് പുതുതായി നിയമിച്ച ബോഡി ഗാർഡാണെന്ന് പറഞ്ഞ് ചിബ അവൻ്റെ സപ്പോർട്ടിന് ചെല്ലുന്നു. വെറും ഒരു ബോഡി ഗാർഡായി നീ ഡെപ്യൂട്ടി കമാൻഡറായി എന്നോട് ഓർഡർ ഇടാൻ വരികയാണെന്ന് ചോദിച്ച് ഹുദി അവനെ എതിർത്ത് നിൽക്കുന്നുണ്ട്. അവനെ വിട്ടിട്ട് ആരെയാണ് ഞാൻ കൊന്നത്, എന്ത് തെളിവാണ് അതിന് നിന്റെ കയ്യിലുള്ളത് എന്നൊക്കെ പറയാൻ ചിബ അവളോട് ആവശ്യപ്പെടുന്നു. വ്യക്തമായ തെളിവോടെ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. രാജാവിൻ്റെ അടുത്തേക്ക് ആൾ പോയിട്ടുണ്ട് എന്നവൾ പറഞ്ഞപ്പോൾ ലീ വേഗം അവിടുന്ന് സ്ഥലം വിടുന്നു. അവൻ പേടിച്ചോടി രക്ഷപ്പെടുകയാണ് എന്ന് എല്ലാവരും വിചാരിക്കുന്നു. പ്രശ്നം എന്താണെന്ന് ഇതുവരെ വ്യക്തമായി അറിഞ്ഞില്ലെങ്കിലും രാജാവിൻ്റെ അടുത്തേക്ക് വരാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ചിബ ഹുദിക്കൊപ്പം ചെല്ലുന്നു. മുലാങ് ഇതിനകം മാസ്ക് ഒക്കെ ധരിച്ച് സിംഹാസനത്തിൽ ചെന്ന് ഇരിപ്പുറപ്പിച്ചിരുന്നു. ഹുദി അവളെയും കൊണ്ട് അവൻ്റെ മുന്നിലേക്കാണ് ചെന്നത്. അവർക്കൊപ്പം വേറെയും കുറേ ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ വേഷം മാറിയ ഹൈത്താങ്ങും ഉണ്ട്. പ്രശ്നം എന്താണെന്ന് ഇപ്പോഴാണ് ഹുദി പറഞ്ഞത്. ഇവിടുത്തെ കുക്കായ ചുനറെ ചിബ കിണറ്റിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് അവൾക്ക് നേരെയുള്ള ആരോപണം. ഞാൻ ആരെയും കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല എന്ന് ചിബ പറയുന്നുണ്ടെങ്കിലും അവളത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോഴേക്കും ബോധം നഷ്ടപ്പെട്ട ചുനറിനെയും കൊണ്ട് ബായിയുടെ നേതൃത്വത്തിൽ അവിടെ എത്തുന്നു. അവളുടെ പൾസ് വളരെ വീക്കാണ്. രക്ഷിക്കാൻ കഴിയില്ല എന്ന് അവർക്കൊപ്പം ഉണ്ടായിരുന്ന കൊട്ടാരം വൈദ്യൻ അവനെ അറിയിക്കുന്നു. എങ്ങനെയാണ് രക്ഷിക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാത്തതാണ് പ്രശ്നം. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് ചിബ പറഞ്ഞെങ്കിലും അതിന് സമ്മതിക്കാതെ ഹുദി ഏർക്കുന്നു. പക്ഷെ മുലാങ് അവൾക്ക് പെർമിഷൻ നൽകുന്നുണ്ട്. അവളുടെ അമ്മയുടെ നാടായ യൂറോപ്പിൽ ഉപയോഗിക്കുന്ന രീതി അവൾ അവർക്ക് മുന്നിൽ വെച്ച് ചെയ്യുന്നു. സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ CPR തന്നെ. അവൾ വായിലൂടെ ശ്വാസം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ ആരും കണ്ടിട്ടില്ലാത്തതിനാൽ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് മുലാങ് വരെ ചോദിക്കുന്നുണ്ട്. അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് ചിബ ചെയ്യുന്നത് തുടരുന്നു. അങ്ങനെ 1-2 തവണ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ചുനറിന് ബോധം വീഴുന്നു. അതോടെ അവളുടെ മെഡിക്കൽ കഴിവിനെ കൊട്ടാരം വൈദ്യൻ വരെ പുകഴ്ത്തുന്നുണ്ട്. ബോധം വന്ന ചുനറിന് അല്പസമയത്തിനുള്ളിൽ നടന്നൊക്കെ ഓർമ്മ വരുന്നു. ചിബ തന്നെയാണ് കിണറ്റിലേക്ക് തള്ളിയിട്ടത് എന്ന് അവൾ ഉറപ്പിച്ച് പറയുന്നു. ഞാൻ എന്തിനാണ് നിന്നെ കൊല്ലുന്നത്, ഇപ്പോൾ നിന്റെ ജീവൻ രക്ഷിച്ചത് ഞാൻ തന്നെയല്ലേ എന്നൊക്കെ ചിബ പറയുന്നുണ്ടെങ്കിലും അവരാരും അവൾ വിശ്വസിക്കുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി പറയാൻ ചിബ ആവശ്യപ്പെട്ടപ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടിരുന്നപ്പോൾ അവൾ പുറകിലൂടെ വന്നതും എന്തിനാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ മറുപടിയൊന്നും നൽകാതെ കിണറ്റിലേക്ക് തള്ളിയിട്ടതും ചുനർ പറയുന്നു. ശബ്ദം കേട്ടുകൊണ്ട് പുറത്തേക്ക് ഓടി വന്ന മറ്റൊരു ജോലിക്കാരിയാണ് ബഹളം വെച്ച ആളെ കൂട്ടി അവളെ കിണറ്റിൽ നിന്ന് പുറത്തെടുക്കാൻ സഹായിച്ചത്. സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ ചിബയുടെ ഹെയർപിൻ ഹുദി അവൾക്കെതിരെ തെളിവായി കാണിക്കുകയും ചെയ്യുന്നു. ഈ ഹെയർപിൻ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതാണ്, ആരോ ഇതെനിക്കെതിരായി ഉപയോഗിച്ചതാണെന്ന് ചിബ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ അവൾ തന്നെയാണ് കുറ്റക്കാരി എന്ന രീതിയിൽ അവൾക്ക് ശിക്ഷ നൽകണമെന്ന് ഹുദി മുലാങ്ങിനോട് ആവശ്യപ്പെടുന്നു. പക്ഷെ ചിബ പറയുന്നത് വിശ്വസിച്ച് അവളെ പ്രൊട്ടക്ട് ചെയ്താണ് അവൻ സംസാരിച്ചത്. ഈ സംഭവം നടന്ന സമയത്ത് ഞാൻ എൻ്റെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ലീയും ഉണ്ടായിരുന്നു. അവരോട് നേരിട്ട് വന്ന് സാക്ഷി പറയാൻ ഞാൻ പറയാം എന്ന് ചിബ പറയുന്നു. അവൻ സാക്ഷി പറഞ്ഞാൽ വിശ്വസിക്കാം എന്ന് ആദ്യം ഹുദി സമ്മതിക്കുന്നുണ്ടെങ്കിലും എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുള്ളത് കൊണ്ട് ആര് സാക്ഷി പറഞ്ഞാലും ഞാനത് വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പിന്നെ അവൾ പറയുന്നു. മാത്രമല്ല സാക്ഷി പറയാനായി ലീ അപരിചിതവും ഇല്ലതാനും.
മുലാങ് പിന്നെയും ചിബയെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ നിലപാടെടുത്തപ്പോൾ ഞങ്ങളെല്ലാം വിശ്വസിക്കുന്ന നീതിമാനായ അങ്ങ് ഒരു പെണ്ണിനെ കണ്ടപ്പോൾ അങ്ങയുടെ കടമയൊക്കെ മറക്കുകയാണെന്ന് ചോദിച്ച് ഹുബ്ദി അവനെ ചോദ്യം ചെയ്തു. മാത്രമല്ല ശരിയായ തീരുമാനമെടുത്തില്ലെങ്കിൽ അവനേക്കാൾ കൂടുതൽ അധികാരമുള്ള എൽഡർമാരുടെ മുന്നിൽ പ്രശ്നമെത്തിക്കും എന്നും അവൾ ഭീഷണിപ്പെടുത്തുന്നു. അവൻ പറഞ്ഞതുപോലെ ചിബ നിരപരാധിയാണെങ്കിൽ അത് തെളിയുന്നവരെ അവളെ തടവറയിൽ താമസിപ്പിക്കണം എന്നാണ് ഹുദിയുടെ ഇപ്പോഴത്തെ ആവശ്യം. അവൻ പക്ഷെ അതിനും തയ്യാറാകുന്നില്ല. അവസാനം അവന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ചിബ തന്നെ നിരപരാധിത്വം തെളിയുന്നവരെ തടവറയിൽ കഴിയാൻ തയ്യാറാണെന്ന് അറിയിക്കുന്നു. അവളുടെ തീരുമാനം അവനെ പോലും അത്ഭുതപ്പെടുത്തുന്നു. അങ്ങനെ അവസാനം അവളെ തടവിലാക്കാൻ തീരുമാനമാകുന്നു. അപ്പോഴത്തെ ആവശ്യത്തിന് അങ്ങനെ ഒരു തീരുമാനമെടുത്തെങ്കിലും തടവറയ്ക്കുള്ളിൽ ചെന്ന് അതിനുള്ളിലെ പ്രാണികളെയും മറ്റും കണ്ടപ്പോൾ അങ്ങനെ എടുത്തുചാടി തീരുമാനിക്കേണ്ടിയിരുന്നില്ല എന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. മുലാങ് ലിയായി ചുനറിന്റെ അടുത്ത് ചെന്ന് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെടുന്നു. സംഭവം നടന്ന സ്ഥലത്ത് കൊണ്ടുപോയി അവൾ വിശദമായി അവിടെ നടന്നൊക്കെ അവന് പറഞ്ഞു കൊടുക്കുന്നു. ചിബ എപ്പോഴും പെരുമാറുന്ന പോലെ അല്ല അപ്പോൾ തോന്നിയത്. മാത്രമല്ല നന്നായി ആയുധം അറിയാവുന്ന ഒരാളെ പോലെ ആരോഗ്യമുള്ളതായും തോന്നിയിരുന്നു എന്നൊക്കെ ചുനർ അവനോട് പറയുന്നു. അതിനുശേഷം അവൻ തടവറയിൽ ചെന്ന് ചിബയെ കാണുന്നു. ചിബ പ്രാണികളുമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൻ ചെന്നത്. ഒരു ആവശ്യം വന്ന സമയത്ത് അവൻ എവിടെയായിരുന്നു ചോദിച്ച് അവൾ അവനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. വയറിന് സുഖമില്ലാതെ ടോയ്ലറ്റിലേക്ക് പോകേണ്ടി വന്നു. പിന്നീട് തിരിച്ചെത്തിയപ്പോഴാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത് എന്ന് അവൻ കള്ളം പറയുന്നു. ഇങ്ങോട്ട് വരാമെന്ന് സംഭവിച്ചത് എന്തിനാണെന്ന് അവൻ ചോദിച്ചപ്പോൾ എന്താണ് ശരിക്കും നടന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും മുലാങ് ഇന്ന് എന്നെ വളരെയധികം പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചു. കൊട്ടാരത്തിൽ വളർന്നതുകൊണ്ട് രാജാവിൻ്റെ പൊസിഷൻ എത്രത്തോളം സമ്മർദ്ദമുള്ളതാണെന്ന് എനിക്ക് നന്നായി അറിയാം. അവനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. പക്ഷേ തടവറ ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷയില്ല എന്നൊക്കെ അവൾ പറയുന്നു. മുലാങ് ഒരു ക്ലൂ കണ്ടിട്ടുണ്ട്. നേരിട്ട് വന്ന് പറയുന്നത് മറ്റുള്ളവരൊക്കെ കണ്ടാൽ അവർ കൂടുതൽ പ്രശ്നമുണ്ടാക്കില്ലെന്ന് കരുതിയാണ് അദ്ദേഹം നേരിട്ട് വരാതിരുന്നത്. ഇന്നലെ രാത്രി നിന്നെ കൊല്ലാൻ ശ്രമിച്ച ആൾ തന്നെ ആയിരിക്കണം ഇന്ന് ചുനറയെയും കൊല്ലാൻ ശ്രമിച്ചത്. ഇവിടുത്തെ ആളുകൾക്കിടയിൽ ഓന്തിൻ്റെ ബ്ലഡ് ലൈനിലുള്ള കുറച്ച് പേരുണ്ട്. അവർ വേഷം മാറാൻ മിടുക്കരാണ്. അങ്ങനെയുള്ള ആരെങ്കിലും കുമാരിയുടെ വേഷത്തിൽ അങ്ങനെ ചെയ്തതാകാനാണ് സാധ്യത എന്ന് അദ്ദേഹം സംശയിക്കുന്നു എന്നൊക്കെ അവൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്വന്തമായി എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കും. പക്ഷേ എനിക്കതിന് കഴിഞ്ഞാൽ എന്നെ എൻ്റെ രാജ്യത്തേക്ക് വിടണമെന്ന് മുലാങ്ങിനോട് പറയണം എന്നവൾ പറയുന്നു. അത് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നവൻ ചോദിച്ചപ്പോൾ എങ്കിൽ എന്നെ മുറിയിൽ തടവിലാക്കരുത് എന്നെങ്കിലും പറയണം. എനിക്ക് സ്വതന്ത്രമായി എല്ലായിടത്തും പോകാനുള്ള അനുവാദം ഉണ്ടാകണം എന്നവൾ പറയുന്നു. അതിന് അവൻ മറുപടിയൊന്നും നൽകുന്നില്ല. കളഞ്ഞെ കണ്ടുപിടിക്കാനുള്ള വഴി എന്താണെന്ന് അവൾ രഹസ്യമായി അവനോട് പറഞ്ഞു കൊടുക്കുന്നു. അവൻ തിരിച്ചെത്തി ലിജിനോട് വിവരം പറഞ്ഞിട്ട് അവൾ ആവശ്യപ്പെട്ട അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തു കൊടുക്കാൻ ഓർഡർ നൽകുന്നു. അടുത്ത ദിവസം കൊട്ടാരത്തിലെ എല്ലാ ജോലിക്കാരെയും തടവറയിൽ എത്തിക്കണമെന്നാണ് അവൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് വേണ്ടതൊക്കെ ചെയ്യാമെന്ന് ലിജിൻ സമ്മതിക്കുന്നു. അവൾക്ക് ഈ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. അവളിവിടെ കൂട്ടിക്കൊണ്ടുവന്നത് ഞാനാണ്. അതുകൊണ്ട് അവളുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്നും മുലാങ് പറയുന്നു. തടവറയിൽ ശിവ തനിച്ചായതുകൊണ്ട് അവൾക്ക് കൂട്ടിരിക്കാനായി അവൻ അവിടേക്ക് പോകാൻ എഴുന്നേറ്റപ്പോൾ ഇവിടെയുള്ളവരുടെ എതിർപ്പ് കൂട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ലിജുൻ അവനെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അവിടെ തനിച്ചാണ്. എനിക്ക് അവളെ അവിടെ വിട്ടിട്ട് സമാധാനത്തോടെ വിട്ടിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ടേക്ക് തന്നെ പോകുന്നു. ശിവയ്ക്ക് അവനോട് ദേഷ്യമാണെങ്കിലും അവിടെ അവൻ തന്നെ കാണാൻ വന്നതിൽ അവൾ സന്തോഷിക്കുന്നു. പ്രാണികളുടെ ശല്യത്തെക്കുറിച്ച് അവൾ പറഞ്ഞപ്പോൾ അവൻ കയ്യിൽ കരുതിയിരുന്ന ഒരു പൊടി അവൾക്ക് നൽകിയിട്ട് അത് ചുറ്റും ഇട്ടാൽ പ്രാണികളൊന്നും അടുത്തേക്ക് വരില്ല എന്ന് അറിയിക്കുന്നു. അവളത് തറയിലിടുന്നതിന് പകരം സ്വന്തത്തിൽ ശരീരത്തിലേക്ക് ഇടുന്നുണ്ട്. കൂടുതൽ അവൻ്റെ ദേഹത്തും കുറച്ചിടുന്നു. താഴെയിട്ട് വെറുതെ വേസ്റ്റായി കളയുന്നേക്കാൾ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്ന് എനിക്ക് തോന്നി എന്നും അവൾ പറയുന്നു. ഇന്ന് രാത്രി തനിക്കൊപ്പം കൂട്ടിരിക്കാനാണ് അവൻ വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൾ അവനെ ഒഴിവാക്കി വിടാൻ നോക്കുന്നു. ഇവിടുത്തെ ആളുകളൊക്കെ ഇതറിഞ്ഞാൽ കൂടുതൽ പ്രശ്നമുണ്ടാക്കും. തൽക്കാലം ഈ പൊടി എൻ്റെ കയ്യിലുണ്ടല്ലോ, ഇതുപയോഗിച്ച് ഞാനിവിടെ സുരക്ഷിതമായി ഇരുന്നോളാം എന്നവൾ പറഞ്ഞപ്പോൾ അവൻ പിന്നെ എതിർക്കുന്നില്ല. ചിബയെ കൊല്ലാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ അവളെ കുറ്റക്കാരിയാക്കാൻ വേണ്ടി ദൈഷാങ് നിർദ്ദേശിച്ചനുസരിച്ച് ഹൈത്താങ് ആയിരുന്നു അവളുടെ രൂപത്തിൽ ചുനറിനെ കൊല്ലാൻ ശ്രമം നടത്തിയത്. ശ്രമം വിജയിച്ചു. ചിബ ഇപ്പോൾ തടവിലാണ് എന്നുള്ള വിവരമൊക്കെ അവൾ അന്ന് തന്നെ മാസ്റ്ററെ അറിയിക്കുന്നു. തൽക്കാലം കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നിരീക്ഷിച്ചാൽ മതി. എന്തെങ്കിലും പുതിയ വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ സിനിയാങ്ങിനെ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞ് അയാൾ അവളെ തിരിച്ചയക്കുന്നു. ചിബ പറഞ്ഞതനുസരിച്ച് കളഞ്ഞെ കണ്ടുപിടിക്കാൻ വേണ്ടി കൊട്ടാരത്തിലുള്ള ലേഡി സ്റ്റാഫിനെ എല്ലാം അടുത്ത ദിവസം തടവറയിലേക്ക് വിളിച്ചുവരുത്തിക്കുന്നു. എന്ത് ചെയ്താലും അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാക്കാൻ പോകുന്നില്ല. എന്തായാലും നിനക്ക് ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞ് ഹുദി ആദ്യമേ തന്നെ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ഒരു ചാൻസ് നൽകാമെന്ന് പറഞ്ഞിരുന്നല്ലേ, അത് കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ പോരെ എന്ന് പറഞ്ഞ് ലീ ഇടപെട്ട് തൽക്കാലം അവളെ സമാധാനിപ്പിക്കുന്നു. ചിബ അവിടെ ഉണ്ടായിരുന്ന ആണുങ്ങളോടെല്ലാം തിരിഞ്ഞു നിൽക്കാൻ പറയുന്നു. ലിജിനും ബായിയും തിരിഞ്ഞെന്നെങ്കിലും ലീ അപ്പോഴും നേരെ തന്നെ നിൽക്കുകയാണ്. ചിബ ഓർമ്മിപ്പിച്ചപ്പോഴാണ് തനിക്കും അത് ബാധകമാണല്ലോ എന്നവൻ ചിന്തിച്ചത്. അവൻ അപ്പോൾ തന്നെ തിരിഞ്ഞു നിൽക്കുന്നു. അന്ന് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ചിബയ്ക്ക് അവളുടെ നെഞ്ചിൽ പിടികിട്ടിയിരുന്നല്ലോ. അതുകൊണ്ട് എല്ലാവരുടെയും നെഞ്ചിൽ ടച്ച് ചെയ്ത് നോക്കി കൊലയാളിയെ കണ്ടെത്തുക എന്ന ഐഡിയ ആയിരുന്നു ചിബ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അവൾ ഒരു മടിയുമില്ലാതെ ഓരോരുത്തരുടെയും നെഞ്ചിൽ പോയി പിടിക്കുന്ന കണ്ട് ഹുദിയും ഹോക്ഷുവും അന്തം വിട്ട് നിൽക്കുകയാണ്. ഹുദി നാണക്കേട് കാരണം മുഖം മറിക്കുന്നുണ്ട്. ഹൈത്താങ്ങിന്റെ ശരീരത്തിലും ചിബ ടെസ്റ്റ് എടുത്തുണ്ട്. പക്ഷെ അവൾ പരാജയപ്പെടുന്നു. ചിബ അന്ന് രാത്രി നെഞ്ചിൽ തൊട്ടപ്പോൾ തന്നെ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ചിന്തിച്ചിരുന്നതിനാൽ വേണ്ട തയ്യാറെടുപ്പ് നടത്തിയായിരുന്നു ഹൈത്താങ് വന്നത്. അതുകൊണ്ടാണ് ചിബയ്ക്ക് അവളെ തിരിച്ചറിയാൻ കഴിയാതെ പോയത്. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും പരിശോധിച്ച് കഴിഞ്ഞിട്ടും കുറ്റവാളിയെ കണ്ടെത്താൻ കഴിയാതെ അവൾ പരാജയപ്പെടുന്നതോടെ അവളെ വീണ്ടും തടവിലാക്കാൻ ഹുദി നിർദ്ദേശിക്കുന്നു. എൻ്റെ കയ്യിൽ ഒരു തെളിവ് കൂടി ഉണ്ടെന്ന് പറഞ്ഞ് ചിബ കുറച്ച് മുടിയെടുത്ത് കാണിച്ചിട്ട് ചുനറെ കിണറ്റിലേക്ക് തള്ളിയിട്ട സമയത്ത് അവൾക്ക് പിടികിട്ടിയതാണ് ഈ മുടി. ഇതുപയോഗിച്ച് കൊലയാളിയെ കണ്ടെത്താൻ കഴിയും എന്നവൾ പറയുന്നു. ആ സമയത്ത് ഹൈത്താങ് കുറച്ച് ടെൻഷൻ ആകുന്നത് ചിബയും ലീയും ശ്രദ്ധിക്കുന്നു. പക്ഷെ അവർക്ക് കൂടുതലൊന്നിനും ഉള്ള ചാൻസ് നൽകാതെ ഹുദി മുടി പിടിച്ചു വാങ്ങി നിലത്തേക്ക് എറിഞ്ഞിട്ട് നീ ഇനിയും വെറുതെ ഒരു നമ്പർ ഇറക്കണ്ട, എന്തായാലും നീ തന്നെയാണ് കൊലയാളി, ഇന്ന് രാത്രി കഴിയുമ്പോൾ നിന്നെ തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. ലീക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എല്ലാവരെയും പിരിച്ചുവിട്ടപ്പോൾ താഴെ കിടന്നിരുന്ന മുടി അവൻ എടുക്കുന്നുണ്ട്. തൽക്കാലം രക്ഷപ്പെട്ടെങ്കിലും കൂടുതൽ തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഹൈത്താങ് കുറച്ച് ടെൻഷൻ ആകുന്നതിനാൽ സിറ്റിയിൽ ഒരു ഷോപ്പ് നടത്തുന്ന രീതിയിൽ നിൽക്കുന്ന
സിനിയാങ്ങിനെ അവൾ പോയി കാണുന്നു. വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ കാവൽക്കാർ കുറവുള്ള സമയം നോക്കി ഇന്ന് രാത്രി തന്നെ ചിബയെ കൊല്ലാനാണ് മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. നിനക്കുള്ള അവസാനത്തെ ചാൻസ് ആണിതെന്നും അദ്ദേഹം വാണിംഗ് തന്നിട്ടുണ്ടെന്ന് സിനിയാങ് അവളെ അറിയിക്കുന്നു. അതനുസരിച്ച് അന്ന് രാത്രി കാവൽക്കാർ കുറവുള്ള സമയം നോക്കി ഹൈത്താങ് തടവറയിലെത്തുന്നു. അവിടെ ഉണ്ടായിരുന്നവരെ അവൾ എന്തോ ഉപയോഗിച്ച് ബോധം കെടുത്തുന്നുണ്ട്. ചിബയുടെ മുറിയിൽ കയറി ഉറങ്ങിക്കിടന്ന് അവളെ കുത്തുന്നുണ്ടെങ്കിലും അത് വൈക്കോൽ കൊണ്ടുള്ള ഒരു രൂപമായിരുന്നു എന്ന് അവൾ പിന്നെയാണ് അറിഞ്ഞത്. പറ്റിക്കപ്പെട്ടെന്ന് മനസ്സിലായപ്പോഴേക്കും ചിബ പുറത്തു നിന്നുകൊണ്ട് അവളെ വിളിക്കുന്നു. അവളെ കൊല്ലാനായി പുറത്തേക്കിറങ്ങി ഓടിയ ഹൈത്താങ്ങിനെ നേരത്തെ തന്നെ അവിടെ തയ്യാറെടുത്തിരുന്ന കാവൽക്കാർ വല വീശി പിടിക്കുന്നു. അപ്പോഴാണ് തന്നെ കൊടുക്കാനുള്ള ട്രാപ്പായിരുന്നു അത് എന്ന് അവൾ അറിയുന്നത്. അപ്പോഴേക്കും ലിജുന്റെ ഒപ്പം മുലാങ് അവിടെ എത്തുന്നു. ലിജുൻ അവളുടെ മുഖത്തെ തുണി മാറ്റുന്നുണ്ട്. മുമ്പ് എല്ലാവരെയും വിളിച്ചു കൂട്ടിയ സമയത്ത് മുടി കാണിച്ചപ്പോൾ അവൾ ടെൻഷനാകുന്നത് മുലാങ്ങും ചിബയും ശ്രദ്ധിച്ചിരുന്നല്ലോ. അപ്പോഴേ അവർ അവളെ സംശയിച്ചതാണ്. എല്ലാവരും കൂടി ഒന്നിച്ച് അഭിനയിച്ച് തന്നെ കുടുക്കിയതാണെന്ന് ഹൈത്താങ് അറിയുന്നു. തന്റെ ഹെയർ പിൻ എങ്ങനെയാണ് അവൾക്ക് കിട്ടിയതെന്ന് മാത്രമായിരുന്നു ചിബയ്ക്ക് അറിയേണ്ടിയിരുന്നത്. അവളെ കൊല്ലാൻ ശ്രമിച്ച ദിവസം രാത്രി മുലാങ്ങിന്റെ മുറിയിൽ നിന്ന് അവൾ ഇറങ്ങി ഓടുന്നതിനിടയിൽ അത് നഷ്ടപ്പെട്ടിരുന്നല്ലോ. ആ സമയത്താണ് ഹൈത്താങ്ങിന് അത് കിട്ടിയത്. ആർക്കു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ആരാണ് അവൾക്ക് പിന്നിൽ എന്നൊക്കെ മുലാങ് അവളോട് ചോദിച്ചെങ്കിലും അവൾ ഒന്നിനും മറുപടി നൽകാൻ തയ്യാറാകുന്നില്ല. നീയൊന്നും പറഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല, നിന്റെ പുറകെ തന്നെ എൻ്റെ ആൾക്കാർ ഉണ്ടായിരുന്നു എന്നവൻ അപ്പോൾ പറയുന്നു. അവൾ സിനിയാങ്ങിനെ കാണാനായി പുറത്തേക്ക് പോയ സമയത്ത് അവൾ അറിയാതെ മുലാങ്ങിന്റെ ആളുകൾ അവളെ ഫോളോ ചെയ്തിരുന്നു. അതുകൊണ്ട് അവൾ എങ്ങോട്ടാണ് പോയതെന്നൊക്കെ അവൻ അറിഞ്ഞിരുന്നു. അത് കേട്ടതോടെ ഹൈത്താങ്ങിന് അതുവരെ ഉണ്ടായിരുന്ന ധൈര്യമൊക്കെ ചോരുന്നു. യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ ചിബയും മുലാങ്ങും പരസ്പരം നോക്കി ചിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.